ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിയാലോ? അധികം മസാലയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഇത്. വരെ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊന്ന് മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 1.5 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇവ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ക്ലീനാക്കി വെച്ച ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതായത് വാങ്ങിയ സമയത്ത് 500 ഗ്രാം ഉണ്ടായിരുന്നു. ക്ലീനാക്കിയപ്പോൾ അളവ് അതിലും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ചെറിയ ചെമ്മീനാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് അരി വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കുന്നുള്ളൂ. അതിലോട്ട് ഈ ഒരു അളവ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു വലിയ ചെമ്മീൻ വെച്ച് ബിരിയാണി തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്ലേവർ ഈ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് തയ്യാറാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ബിരിയാണി ഓരോ ബൈറ്റ് എടുത്ത് കഴിക്കുമ്പോഴും അതിലെ ചെമ്മീൻ്റെ പീസും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ഇതിലോട്ടുള്ള റൈസ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആദ്യം റൈസ് പിന്നെ മസാല എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ രണ്ടും സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലയ്ക്ക, 2 ബേ ലീവ്സ്, ഒരു കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു ഇവ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് അല്പം സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു സവാളയുടെ 1/4 ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ആകെ ഞാൻ ഇതിലോട്ട് 2 സവാള എടുത്തിട്ടുള്ളൂ. ഈ ചെമ്മീൻ ബിരിയാണിയിലോട്ട് മൊത്തമായിട്ട് ബിസ്ത തയ്യാറാക്കാനും റൈസിലോട്ടും മസാലയിലോട്ടും എല്ലാം കൂടി 2 സവാള അരിഞ്ഞ് വെച്ചതെന്നാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് റൈസ് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ റൈസ് വറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലോട്ട് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഞാനിനി അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റി കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എത്ര പണിയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് മസാലയുടെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം. അതുവരെ വെച്ചിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. ഞാൻ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് കടായിലാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കാഷ്യൂനട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് കിസ്മിസും കൂടി ചേർത്തിട്ട് വാരിയെടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് സവാള കൂടി ചേർത്തിട്ട് ബിസ്ത തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒരു 1/2 മുറിയോളം സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ബിസ്ത റെഡിയായി കിട്ടിയ ശേഷം ഇതേ ഓയിലിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള സവാള ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണേ. സവാള ഒന്ന് വാടി തുടങ്ങിയപ്പോൾ ഞാൻ ഇതിലോട്ട് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് ഇത്. ഇനി ഇവയുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാൻ ബിരിയാണിയിൽ പച്ചമുളക് ചതച്ചിടാറില്ല. ഇതുപോലെ നെടുകെ കീറിയാണ് ഇടാറ്. ഒരു പച്ചമുളക് നെടുകെ കീറി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവർ സ്പൈസ് ഫീൽ ചെയ്യില്ല. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകൊന്ന് ഞെരടി ബിരിയാണിയിൽ കൂട്ടുകയും ചെയ്യാം. എല്ലാം കൂടി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 നല്ല പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തതാണ് ചേർക്കുന്നത്. ഈ തക്കാളി നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കാണും. ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലപ്പൊടി ഒന്നും ചേർക്കേണ്ട. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഒരു പിടി മല്ലിയിലയും അത്ര തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണിനടുത്ത് ഗരം മസാല പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് മസാല പുരട്ടി വെച്ച ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. സാധാരണ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസിലോട്ടോ അല്ലെങ്കിൽ മസാലയിലോട്ടോ ആ ചെമ്മീൻ്റെ ഫ്ലേവർ ഇറങ്ങത്തില്ല. ഇതുപോലെ ഫ്രൈ ചെയ്യാതെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്.
ചെമ്മീൻ മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ചെമ്മീൻ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. ശേഷം എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചെറിയ ചെമ്മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് റൈസ് ഇട്ട് ദം ചെയ്തെടുക്കാം. റൈസിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്ത, കാഷ്നട്ട്, കിസ്മിസ് എല്ലാം പകുതി എടുത്ത് ഇതിന് മുകളിലോട്ടായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ശേഷം അതിന് മുകളിലോട്ടായിട്ട് കുറച്ച് ഗരം മസാല പൊടി കൂടി വിതറി നമുക്ക് അടുത്ത ലെയർ ചോറിടാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ ഇപ്പോൾ ഓൾറെഡി നെയ്യൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയത് കൊണ്ട് ഇനി എക്സ്ട്രാ നെയ്യ് ചേർക്കുന്നില്ല. വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ദമ്മിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ തുറന്ന് നോക്കിയാൽ മതിയേ. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിൽ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം മസാലയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ഫ്ലേവറുള്ള ചെമ്മീൻ ബിരിയാണിയാണ് ഇത്. എല്ലാവരും ഇനി ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്